നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയുടെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ BJP നഗരസഭാ സോണൽ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കകത്ത് ഫോർട്ട് സോണൽ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി നേതാക്കളായ തമ്പാനൂർ സതീഷ്, SKP രമേശ്, KK സുരേഷ്, ചിഞ്ചു തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ചാറ്റൽ മഴയിൽ പെയ്താൽ തമ്പാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയാകുന്നു. നഗരം മുഴുവൻ പല ഭാഗങ്ങളും വെള്ളത്തിനടിയാകുന്ന കാഴ്ച നാം കാണുന്നു. മാറ്റങ്ങൾ വരണം. ഈതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പക്ഷം നമ്മുടെ ആറാട്ട് മണ്ഡപം, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് മണ്ഡപം ഇന്ന് നഗരസഭയുടെ കീഴിലാണ്. കഴിഞ്ഞ ഏകദേശം 250 വർഷക്കാലമായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 2 ഉത്സവങ്ങളാണ് പൈങ്കിരി ഉത്സവവും അൽപ്പഞ്ച ഉത്സവവും. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ഉത്സവം നടത്തി ആറാടുന്നത് സംഗമം ആറാട്ടുകടവിലാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യസ്ഥലമാണ് സംഗമുഖം ആറാട്ട് മണ്ഡപം. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് അവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. BJP കൗൺസിലർമാരുടെ വാർഡുകളിൽ ഒരു കാരണവശാലും അവർ ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. തെരുവിളക്കൾ കത്തിക്കാൻ ആവശ്യപ്പെട്ട കൗൺസിലർമാർ ഇവിടെ KK സുരേഷ് അതിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കും. BJPയുടെ കൗൺസിലറാണോ ആ വാർഡിലൊന്നും വേണ്ട, ഞങ്ങളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളും ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു രീതി. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ഇപ്പൊ ഇവിടെ വേറൊരു കാര്യം വന്നു. നഗരസഭ നടപ്പാക്കുന്ന BSUP പദ്ധതി പ്രകാരം നിറഞ്ഞ കെടുകാര്യസ്ഥതയ്ക്ക് പര്യായമായിട്ടുള്ള ഈ അഴിമതി നിറഞ്ഞ ഭരണം മാറി തിരുവനന്തപുരത്ത് നഗരത്തെ രക്ഷിക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണം. അതിന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് 7 സോണൽ ഓഫീസുകളുടെ മുമ്പിൽ സമരം നടത്തുന്നത്. ഞാനും കൗൺസിലറായിട്ടു അന്നെന്റെ വടക്ക് ഭാഗത്ത് മുൻ മേയർ MP പത്മനാഭൻ അവர்களுം മറുഭാഗത്ത് സ്റ്റാൻലി സത്യനേശനും, അന്ന് അവരൊക്കെ ബലത്തിമിടത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ മേയർ D ശിവൻകുട്ടിയാണ്. രണ്ടാമത് വരുമ്പോൾ പ്രൊഫസർ ചന്ദ്ര. അവരാരും ഈ 19 വയസ്സിൽ നഗരസഭയുടെ മേയറാക്കി അത്ഭുതം സൃഷ്ടിക്കാൻ ഏൽപ്പിച്ച CPM-ഉം അതുപോലെ CPI-യും രാജേന്ദ്രൻ ഒരു നഗരസഭ തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. 3 വാർഡുകളെ പുനഃസംഘടന ഒരു വാർഡും കൂടെ ചേർക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തും അതുപോലെ കോടതി സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ വളരെയേറെ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ ഓരോന്നായി ഭാരതീയ ജനതാ പാർട്ടി തെരുവിൽ പറഞ്ഞ് നിങ്ങളെ പ്രതിരോധത്തിലാക്കിയപ്പോൾ ഒരു കാര്യം ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലായി. അത് എന്താണെന്ന് പറഞ്ഞാൽ ആസന്നമായിരിക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഭരണസമിതിയെ അവിടെ നിന്ന് അടിച്ചിറക്കി BJP നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതി നഗരത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിൽ വാർഡുകളുടെ വിപുലീകരണത്തിന്റെ പേര് പറഞ്ഞ് ഒരു വാർഡ് മാത്രം കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ നിലവിലെ 100 വാർഡുകൾ കീറി മുറിച്ച്